ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 100% ഞാൻ പറയുകയാണ്, എല്ലാ ആൾക്കാർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു കണ്ടന്റ് ആണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടീനെ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിലുള്ളൊരു മാർഗമുണ്ട്. ഇനി അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ എന്താണേലും ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സോൾട്ട് വാട്ടർ ഫോർ അട്രാക്ഷൻ ആണ്. അതെന്താണെന്ന് പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെൺകുട്ടീനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരണം. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി വേണം, നിങ്ങൾ അങ്ങനെ എന്താഗ്രഹിക്കുന്നു ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ സഫലീകരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഈ ഒരു മെത്തേഡിലൂടെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങളൊരു കുപ്പി എടുക്കുക. ഇനി കുപ്പി എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക്കോ ചില്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അതെടുക്കാവേ. അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ അതിൽ കുറച്ച് വെള്ളം ഫില്ല് ചെയ്യണം. ഇനി വെള്ളം എന്ന് പറയുന്നത് തണുത്ത വെള്ളമോ കിണറ്റിൽ നിന്ന് കോരിയതോ ടാപ്പ് വാട്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പകുതിക്ക് വെച്ച് നമ്മൾ ഫില്ല് ചെയ്യണം. എന്നിട്ട് ഒരു കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക. ഇനി നോട്ട്ബുക്കിൻ്റെ ആവാം, അല്ലെങ്കിൽ A4 പേപ്പറോ അങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുക. വൈറ്റ് കളർ തന്നെ എടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ബ്ലാങ്ക് പേപ്പറും ആയിരിക്കണം, വരയിട്ടൊന്നും വേണ്ട. ഫുള്ള് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പേപ്പർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ക്രഷിൻ്റെ പേര് എഴുതണം. ഇനി പേര് എഴുതുമ്പോൾ ഫുള്ളായിട്ടുള്ള പേര് എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആ ഒരു പോസ്റ്റിൻ്റെ പേര് ഫുള്ളായിട്ട് നിങ്ങൾ ആ ഒരു പേപ്പറിൽ എഴുതുക. ഇനി നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ ആ പേപ്പറിനോട് പറയണം. അതായത് ഇപ്പോൾ നിങ്ങൾ ആ പേപ്പറിൽ ഒരു പേര് എഴുതിയിട്ടുണ്ടാവുമല്ലോ, ഒരു പെൺകുട്ടിയുടെ പേരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടീനെ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ പേപ്പർ എടുത്ത് പിടിച്ചിട്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് പറയണം. ആ ഒരു പെൺകുട്ടിയുടെ പേര് ആദ്യമേ വായിച്ചിട്ട് പറയണം, ഈ ഒരു കുട്ടീനെ എനിക്ക് എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടണം, എനിക്ക് ഇവളെ കല്യാണം കഴിച്ച് നന്നായിട്ട് ജീവിക്കാൻ പറ്റണമെന്ന് ആ ഒരു പേപ്പറിനോട് 3 തവണ പറയണം. ഇപ്പം നിങ്ങൾക്ക് നല്ല ജോലിയാണ് വേണ്ടതെങ്കിൽ ആ പോസ്റ്റിൻ്റെ പേര് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ അത് വായിച്ചിട്ട് ആ പേപ്പറിനോട് പറയണം, എനിക്കിതാ ഈ ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് പറയുക, എനിക്ക് ഈ ഒരു ജോലി തന്നെ, എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഈ ഒരു ജോലി തന്നെ എനിക്ക് കിട്ടണമെന്നൊരു 3 നീക്ക് നിങ്ങൾ ആ പേപ്പറിനോട് തന്നെ എന്ന് പറയണം. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ചില കുട്ടികളുണ്ട്, കമ്മിറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഇപ്പോഴും നോക്കി പുറകെ നടക്കും. അതായത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിൽ കമ്മിറ്റഡ് ആണ്. അവർ തമ്മിൽ ഒന്ന് ബ്രേക്ക് ആയതിനു ശേഷം അവനെ അല്ലെങ്കിൽ അവളെ അട്രാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കണം, ഇങ്ങനെ വിചാരിച്ച് നടക്കുന്ന കുറേ ആൾക്കാർ എനിക്കറിയാവുന്നവരുണ്ട്. അവരോടായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. അവർ അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന 2 പേരായിരിക്കും. അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അവർ കമ്മിറ്റഡ് ആയത്. പിന്നെ അവരെ പിരിച്ച് എടുക്കുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അവർ കമ്മിറ്റഡ് ആണെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക. നിങ്ങൾക്കുള്ള ഒരു കുട്ടി അത് ദൈവം എവിടെയെങ്കിലും കാത്തു വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ കമ്മിറ്റഡ് അല്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ, അവരെ നോക്കുക. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ വേണം എന്നും പറഞ്ഞ് വാശി പിടിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ആരും ചെയ്യാതിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എന്നിട്ട് ബോട്ടിലിൽ കുറച്ച് ഉപ്പ് എടുക്കണം. ഇനി ഉപ്പെന്ന് പറയുന്നത് കല്ലുപ്പോ പൊടിയുപ്പോ എന്ത് ടൈപ്പ് ഉപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബോട്ടിലിലേക്ക് ഇടാവുന്നതാണ്. ഒരു കയ്യിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇടുക. ഇതിന് അളവൊന്നുമില്ല. എന്നിട്ട് ഈ സാൾട്ട് ഇടുന്ന എന്തിനാ നിങ്ങൾക്കറിയാമോ? ഈ സാൾട്ടിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജീനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപ്പ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉപ്പും മുളകും കടുകും ഒക്കെ കൂടി ഇങ്ങനെ തലയ്ക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഇടുന്ന കണ്ടിട്ടില്ലേ? ഈ ദൃഷ്ടിദോഷം മാറ്റാനും നെഗറ്റീവ് എനർജീനെ പൂർണ്ണമായിട്ടും മാറ്റാനൊക്കെയാണ് ഈ ഒരു സാൾട്ട് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ക്രഷ് ഉള്ള ആ ഒരു കുട്ടിയുടെ പേര് എഴുതാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫുൾ നെയിം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് ആ കുപ്പിയിലേക്ക് മടക്കിയിട്ട് ഇടണം. എന്നിട്ട് ആ ഒരു കുപ്പി നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഒന്ന് കുലുക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളും ആ ഒരു കുട്ടിയും തമ്മിലുള്ള നല്ല നല്ല കാര്യങ്ങൾ, അതായത് ഭാവിയിലേക്ക് നിങ്ങൾ കല്യാണം കഴിക്കുന്നതും നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതും ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നതും, ഇതുപോലെ നിങ്ങൾക്ക് എന്താണോ ആ കുട്ടിയുമായിട്ട് ഭാവിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം, അതൊരു വിഷ്വലായിട്ടൊന്ന് ഓർക്കുക. ഈ കുപ്പി കൈ പിടിക്കണം, നിലത്ത് വെക്കരുത്. എന്നിട്ട് ആ കുപ്പി എവിടെയെങ്കിലും അതായത് നിങ്ങൾ വിഷ്വലെല്ലാം ഓർത്തതിന് ശേഷം മാത്രം ആ ഒരു കുപ്പി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വെക്കുക.
ഇതേപോലെ ഇത് നിങ്ങൾ ആ കുപ്പി എടുക്കുക, കൈ പിടിക്കുക, എന്നിട്ട് ഈ ഒരു വിഷ്വൽ ഇതേപോലെ ഒരാഴ്ച കാണുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ജോലിയൊക്കെ കിട്ടേണ്ടവരാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് ആ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് ഈ കുപ്പി കൈ പിടിച്ചിട്ട് വേണം കാണാൻ. അത് കഴിഞ്ഞിട്ട് ആ ഒരു കുപ്പി നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കാം. ഇനി അത് എല്ലാവരും കാണുന്നിടത്ത് വെച്ചാൽ കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ എവിടെയെങ്കിലും അതൊന്ന് വെച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ ഒരാഴ്ച നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ 7 ദിവസത്തിന് ഉള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്നാണ് പറയുന്നത്. ഇനി ആദ്യത്തെ 2 ദിവസം ഇത് ചെയ്തു, പിന്നെ മടുത്തു. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു 5 ദിവസം ഉണ്ടല്ലോ അത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് ബാക്കി ഒരു 5 ദിവസം ഉള്ളത് പിന്നെ ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഡൗട്ടായിരിക്കും, ഇതിപ്പോൾ രാത്രിക്ക് ചെയ്യണോ അല്ലെങ്കിൽ പകല് ചെയ്യണോ? നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്ന ആ ഒരു സമയം ഇത് ചെയ്താൽ മതി. പിന്നെ മാക്സിമം എല്ലാ ദിവസവും സെയിം ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സെയിം ടൈമിൽ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് എന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതായത് 7 ദിവസമായി, 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല, നിങ്ങൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടേ ഇരിക്കുക. 7 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി ചെയ്യണം. ഇങ്ങനെ 1 മാസം ചെയ്യുമ്പോഴത്തേക്കും, എല്ലാവർക്കും 1 മാസം ഒന്നും വേണ്ട, ചിലർക്കൊക്കെ 3-4 ദിവസം കഴിയുമ്പം റിസൾട്ട് കിട്ടിയ ആളുകളുണ്ട്. എങ്ങനെ പോയാലും 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ എല്ലാവരും നല്ലൊരു കാര്യത്തിന് മാത്രമായിട്ട് ഈ ഒരു കാര്യം യൂസ് ചെയ്യുക. അല്ലാതെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളെ പിരിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് അവരെ കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ 2 പേര് ഭയങ്കര സ്നേഹത്തിലിരിക്കുകയാണ്, അവരെ തമ്മിൽ അടി കൂട്ടാനോ അല്ലെങ്കിൽ അവർ അടി ഉണ്ടാകുന്ന കണ്ട് ചിരിക്കാനോ ഇങ്ങനെയൊന്നും വേണ്ടിയിട്ട് ആരും ഒരു കാര്യം ആർക്കെതിരെയും ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.